ഒന്ന്, പാലക്കാട് BJPയെയും തിരസ്കരിക്കും, BJPയുടെ പണത്തെയും തിരസ്കരിക്കും. രണ്ടിൻ്റെ മുമ്പിലും പാലക്കാട് ആത്മാഭിമാനം പണയം വെക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അവർ പാലക്കാടിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, പാലക്കാട് അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ അവർ പരീക്ഷിച്ച ശീലങ്ങൾക്ക് വീണ് പോകുന്ന ഒരു സ്ഥലമല്ല. പൈസ കൊടുത്ത് പാലക്കാടിനെ വാങ്ങാൻ കഴിയില്ല. അവർ ആദ്യഘട്ടത്തിൽ ഇത് അറിഞ്ഞിട്ടില്ല. അവർ കൂടെ അവരുടെ വാഹനത്തിലിരുന്ന സ്ത്രീ പണം നൽകി, ആ പണം നൽകുന്നത് ഞങ്ങൾ കൈയോടെ ചിത്രീകരിച്ചു എന്നുള്ള കാര്യം അവരറിഞ്ഞതിന് ശേഷമാണ് അവരിങ്ങനെ കാറിലുണ്ടായിരുന്നുള്ളൂ. ആ വീഡിയോ ഫുള്ളായി കാണൂ നിങ്ങളെല്ലാവരും. ആ വീഡിയോയിൽ തന്നെ ഉണ്ടല്ലോ ഈ ശോഭാ സുരേന്ദ്രൻ ഞങ്ങളുടെ കാറിൽ അല്ലല്ല പുറമേ നിന്ന് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടല്ല പിന്നീട് അവർ മുഖത്തേ വന്നിട്ടില്ലല്ലോ. മുഖതാവിലേക്ക് അവർ വരാതിരിക്കാൻ കാരണം അവർ പുറമേ ഉള്ളതായതുകൊണ്ടാണ്, പുറത്തുള്ളവരായതുകൊണ്ടാണ്. ജനങ്ങളുടെ വോട്ടൊക്കെ പണം നൽകി നേടിയെടുക്കാം എന്ന് ചിന്തിക്കുന്നത് തന്നെ ആ നാട്ടിലെ പാലക്കാട്ടുകാരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ കയ്യിൽ ഇത്ര കുറെ പണം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ബാങ്കിൽ ഇടുക. അതുകൊണ്ട് പാലക്കാട്ടെ ജനങ്ങളെ പർച്ചേസ് ചെയ്യാമെന്ന് ആരും കരുതണ്ട. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇന്നലെ വരെ നമ്മുടെ വീടിന് മുന്നിൽ കൈകൂപ്പി വന്നവർ ഇന്നു മുതൽ എന്തുകൊണ്ടാണ് ക്യാമറ കണ്ടപ്പോൾ അസ്വസ്ഥരാകുന്നത്? പാലക്കാട് ഇത്തവണ പരീക്ഷണശാലയാണ്. പണമാണോ വിജയിക്കാൻ പോകുന്നത് അതോ ജനങ്ങളാണോ എന്ന് പാലക്കാട്ടുകാർക്ക് തീരുമാനിക്കാം. തെരഞ്ഞെടുപ്പ് കാലത്ത് പതിവായി കേൾക്കുന്ന ഒരു ആരോപണമാണ് പണം നൽകി വോട്ടറെ സ്വാധീനിക്കാൻ ശ്രമിക്കുക എന്നുള്ള ആരോപണം. സാധാരണഗതിയിൽ ഇത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് ഇത്തരം പൊടിക്കൈകളൊക്കെ സാധാരണഗതിയിൽ എല്ലാ പാർട്ടിക്കാരും ഉപയോഗിക്കാറുള്ളത്. തുടർന്ന് അത് വലിയ രീതിയിൽ വിവാദമാവാറുണ്ട്, കേസ് ഉണ്ടാവാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അതിന്റെ പിന്നിലെ നടപടികളായിട്ട് പിന്നീട് ഉണ്ടാവാറുണ്ട്. 9-ാം തീയതി വ്യാഴാഴ്ച കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് രേഖപ്പെടുത്തുന്ന ദിവസം, അതിന്റെ തലേ ദിവസമായ 8-ാം തീയതി പാലക്കാട് വെച്ച് സംഭവിച്ചത് കേവലം ഒരു ആരോപണം മാത്രമല്ല. ഇതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വന്നതോടുകൂടി ഇതിന്റെ ഗൗരവം 10 മടങ്ങ് വർദ്ധിക്കുകയുണ്ടായി. പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും അവരുടെ കൂടെയുള്ള പ്രവർത്തകരും വോട്ടർമാരെ കണ്ട് പണം കൊടുത്ത് സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളാണ് വീഡിയോയിലൂടെ പുറത്തു വന്നത്. തുടർന്ന് ഇത് വലിയ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും പല രീതിയിലുള്ള വിമർശനങ്ങളും അതിനെ ന്യായീകരിച്ചുകൊണ്ടും പല രീതിയിലുള്ള പ്രചരണങ്ങളാണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ജനാധിപത്യം വിൽക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഗൗരവമായ ചോദ്യമാണ് ഇന്ന് പാലക്കാട് BJP സ്ഥാനാർത്ഥിയുടെ ഇത്തരം പ്രവൃത്തിയെ തുടർന്ന് ഉയർന്നു വരുന്ന ഒരു പ്രധാന ചോദ്യം. പാലക്കാട്ടെ സാധാരണക്കാരായ ഒരാളുടെ വീട്ടുവാതിക്കൽ വെച്ച് നടന്ന ഈ സംഭവം നിലവിലെ അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യത്തെയാണ് തുറന്നു കാട്ടുന്നത്. വോട്ട് ചോദിച്ച് നമ്മുടെയൊക്കെ വീട്ടിലെത്തുന്ന സ്ഥാനാർത്ഥികളുടെ ഇങ്ങനെയുള്ള കൈകൂപ്പിയുള്ള ഈ കൈയിനടിയിൽ നോട്ടുകെട്ടുകൾ ഉണ്ടോ എന്നാണ് എല്ലാവരും ഇപ്പോൾ സംശയിക്കുന്നത്. ഇപ്പറയുന്ന ആരോപണങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഇത് കേവലം ഒരു ആരോപണം മാത്രമല്ല, വോട്ട് ഇടപാടാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇനി നമുക്കൊരു വീഡിയോ കാണാം. ഇത്തരം കോൺട്രവേഴ്സിയെ തുടർന്ന് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനും ഈ ദൃശ്യങ്ങൾ പകർത്തിയ യുവാവും തമ്മിൽ വലിയ രീതിയിൽ വഴക്കുണ്ടായിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. അവരുടെ കാറിൽ ഇരിക്കുന്ന അതേ ആള് തന്നെയാണ് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നത്. ആ വീട്ടിലേക്ക് പോയി ഈ വയോധികയ്ക്ക് പണം നൽകുന്നത്. ആ പണം നൽകി തിരിച്ചു വരുന്നു. ഇത് പറയുമ്പോഴും അവർ അല്ല എന്ന് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ട ആളുകൾക്ക്, അവരുടെ വിശദീകരണം കാണുന്ന ആളുകൾക്കും കൃത്യമായി മനസ്സിലാക്കും. എന്റെ മൊബൈലിൽ BJP സ്ഥാനാർത്ഥി ആ യുവാവിനോട് പറയുന്നത് അടിച്ചു നിന്റെ മുഖം പൊളിക്കുന്നതാണ്. അത് ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന രീതിയിലുള്ള ഒരു പ്രതികരണമല്ല. ഓർക്കുക, ഇന്നലെ വരെ പാലക്കാട്ടെ ഓരോ വോട്ടർമാരോടും അമ്മേ, അച്ഛ, സഹോദര, സഹോദരി, അനിയ, മകനെ, മകളെ എന്നൊക്കെ വിളിച്ച് നടന്നിരുന്ന പാലക്കാട്ടെ ഒരു സ്ഥാനാർത്ഥി ഇത്തരം ദൃശ്യങ്ങൾ, അതായത് വിവാദമാകാൻ സാധ്യതയുള്ള വലിയൊരു ഗുരുതരമായ കുറ്റത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതിന് അവരോട് BJP സ്ഥാനാർത്ഥി പറഞ്ഞത് അടിച്ചു നിന്റെ മുഖം പൊളിക്കുമെന്നാണ്. ഇത് ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന്, അതും ഒരു വനിതയിൽ നിന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. മാത്രമല്ല ഇത് പൊതുസ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ രേഖപ്പെടുത്താനുള്ള പൗരന്റെ അവകാശത്തെ നിഷേധിക്കലുമാണ്. ക്യാമറയെ ഭയക്കേണ്ടത് ആരാണ്? തെറ്റ് ചെയ്യുന്നവരാണ്. അത്തരത്തിൽ ഏതെങ്കിലും തെറ്റ് BJPയുടെ പാലക്കാട് സ്ഥാനാർത്ഥി ഇവിടെ ചെയ്തിട്ടുണ്ടോ? സുതാര്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ എന്തിനാണ് ക്യാമറയെ ഭയപ്പെടുന്നത്? ഈ സംഭവത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വികാര പ്രകടനം എന്നുള്ള രീതിയിൽ നമുക്ക് തള്ളിക്കളയാവുന്ന ഒന്നല്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് പണം നൽകുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ, ചട്ടങ്ങൾ അനുസരിച്ച്
ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ്. ഇതെങ്ങാനും ഏതെങ്കിലും രീതിയിൽ തെളിയിക്കപ്പെട്ടാൽ, അതായത് ഇവർ പണം നൽകിയിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടാൽ അവരുടെ സ്ഥാനാർത്ഥിത്വം പോലും പ്രതിസന്ധിയിലാകും. മാത്രമല്ല, അതേ തുടർന്ന് ഈ നൽകപ്പെട്ട പണം എത്ര പേർക്ക് നൽകി, എന്താണ് ഈ പണത്തിന്റെ സോഴ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സ്ഥാനാർത്ഥി വെളിപ്പെടുത്തേണ്ടി വരും. മാത്രമല്ല, ഈ നൽകപ്പെട്ട പണം പാർട്ടി ഫണ്ടാണോ അതോ വ്യക്തിപരമായിട്ടുള്ള സ്വത്താണോ, വേറെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ സംഭാവന നൽകിയ തുകയാണോ, ഇങ്ങനെ പല വിധത്തിലുള്ള നൂലാമാലയാണ് ഇത്തരം കേസുകളിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഒന്ന്, പാലക്കാട് BJPയെയും തിരസ്കരിക്കും, BJPയുടെ പണത്തെയും തിരസ്കരിക്കും. രണ്ടിന്റെ മുമ്പിലും പാലക്കാട് ആത്മാഭിമാനം പണയം വെക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അവർ പാലക്കാടിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, പാലക്കാട് അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ അവർ പരീക്ഷിച്ച ശീലങ്ങൾക്ക് വീണ് പോകുന്ന ഒരു സ്ഥലമല്ല. പൈസ കൊടുത്ത് പാലക്കാടിനെ വാങ്ങാൻ കഴിയില്ല, പാലക്കാടിന്റെ വോട്ടിനെ വാങ്ങാൻ കഴിയില്ല. പാലക്കാട് നമ്മളെ പിന്തുണക്കുന്നത്, സഹായിക്കുന്നത്, തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയം. രണ്ട്, നമ്മൾ അവർക്ക് നൽകുന്ന സ്നേഹം അവർ ഇരട്ടിയായി തിരിച്ചും നൽകുമെന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ബാക്കി ആരുടെയും അനുഭവങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങൾക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കും ജനങ്ങൾക്കും പുല്ല് വില കൽപ്പിക്കുകയാണ്. 3, 4, 5 വണ്ടികൾ വരിവരിയായി പോയി വണ്ടിയിൽ നിന്ന് ഇറങ്ങി സഹായികൾ വീടുകൾ തോറും പണം വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നത്, അതുകൊണ്ട് പാലക്കാട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റുമെന്നുള്ളത് വ്യാമോഹമാണ്. നേരായ മാർഗ്ഗത്തിൽ ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് BJP അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. പരാജയം BJP അവിടെ സമ്മതിച്ചിരിക്കുന്നു. രണ്ട്, പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പ്രചരണം നടത്തിയ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പാലക്കാട് കോട്ടമൈതാനത്ത്. വലിയ റാലി സംഘടിപ്പിച്ചും റോഡ് ഷോ സംഘടിപ്പിച്ചും നേരിട്ട് വന്ന് പ്രചരണം നടത്തി. അപ്പോൾ പ്രധാനമന്ത്രി നടത്തിയ പ്രചരണത്തിന് പോലും ഒരു ഇമ്പാക്റ്റും പാലക്കാട് ഇല്ല എന്നുള്ളത് സ്ഥാനാർത്ഥി തന്നെ തുറന്ന് സമ്മതിക്കുന്നതാണ് ഈ ഏർപ്പാട്. അതല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്ന അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ വീട് കയറി നടന്നിട്ട് പണം കൊടുക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. പാലക്കാടിന്റെ ശീലങ്ങളെ മാറ്റാൻ ശ്രമിക്കുകയാണ്. മാറാത്തത് ഇനി മാറും എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ്. ആളുകൾ രാഷ്ട്രീയ ബോധം കൊണ്ടും സ്ഥാനാർത്ഥികളോടും മറ്റുള്ള സ്നേഹം കൊണ്ട് വോട്ട് ചെയ്യുന്നത് പൈസ കൊണ്ട് മാറ്റാൻ പറ്റൂ എന്നതാണ് ശ്രമിക്കുന്നത്. പാലക്കാട് മാറില്ല, രാഷ്ട്രീയമായി മാറില്ല, ഇത്തരം ദുശീലങ്ങളിലേക്ക് ചെന്ന് ചാടുകയില്ല, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. BJP കമ്മീഷൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ അയോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. പിന്നെ ഇത് കണ്ണാടിയിൽ ആ ഒരു വീട്ടിൽ മാത്രം നടത്താൻ ശ്രമിച്ച എക്സസൈസ് ആയിട്ട് കാണാനും കഴിയില്ല. പലയിടങ്ങളിലും ശ്രമിച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ പക്ഷേ അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, അതിനെയൊക്കെ പാലക്കാട് BJPയെയും തിരസ്കരിക്കും, BJPയുടെ ഇത്തരം ശീലങ്ങളെയും അവരുടെ പണത്തെയും പാലക്കാട് തിരസ്കരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാകും. ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുക്കുന്നുണ്ട്. തെളിവ് സഹിതം ഇത് പുറത്തു വന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത് അഡ്മിറ്റ് ചെയ്യുമെങ്കിലും ചെയ്തത്. അപ്പോൾ അതിനകത്ത് തന്നെ പറയുന്നത് അടിച്ചു മുഖം തിരിക്കുന്നു പൊളിക്കുമെന്നൊക്കെ പറയുന്നൊക്കെ കേട്ടു. അപ്പോൾ പാലക്കാടിൻ്റെ അമ്മയാണ് പെങ്ങളാണ് എന്നൊക്കെ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിലുള്ള ഐഡന്റിറ്റി റിവീൽ ചെയ്യും കൂടിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ പാലക്കാട്ടുകാരോട് ചെയ്യാനും പറയാനും പോകുന്നത് എന്നുള്ളത് കൂടിയാണ് അവിടെ റിവീൽ ചെയ്തിരിക്കുന്നത്. പാലക്കാടൻ ജനത അവരുടെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കും. തങ്ങളുടെ വോട്ടോ തങ്ങളുടെ ആത്മാഭിമാനത്തെയോ ആരുടെയും നോട്ടുകെട്ടുകൾക്ക് മുമ്പിൽ പണയം വെച്ച ശീലം പാലക്കാടിനില്ല. പാലക്കാടിനെ കുറിച്ചുള്ള അവരുടെ എല്ലാ ധാരണകളും തെറ്റാണ്. പാലക്കാട് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും. BJP എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വ്യത്യസ്തമായ രാഷ്ട്രീയമാണ് തങ്ങളുടേത് എന്നാണ് പലപ്പോഴും അവകാശപ്പെടാറുള്ളത്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ BJP എന്ന പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യതയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഏത് പാർട്ടി ആവട്ടെ, BJP ആവട്ടെ, CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, മുസ്ലിം ലീഗ് ആവട്ടെ, ആ പാർട്ടിയുടെ മൂല്യങ്ങൾ കേവലം പ്രസംഗങ്ങളിൽ മാത്രമല്ല ഓരോ പ്രവർത്തകന്റെ പ്രവൃത്തിയിലും നിർബന്ധമാക്കേണ്ടതുണ്ട്. അതാണ് ഒരു സമൂഹത്തിന് മാതൃകയാകുന്നത്. അത് അപ്പാടെ ഇല്ലാതായിരിക്കുകയാണ് ഈ ഒരു സംഭവത്തോടു കൂടി പാലക്കാട്ടെ സ്ഥാനാർത്ഥി സമൂഹത്തോടൊന്നല്ല അവരുടെ പാർട്ടിയോട് കൂടി ചെയ്തത്. പാലക്കാട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളെ പോലുള്ള ഒരു മണ്ഡലം അല്ല കേട്ടോ. കൃത്യമായി രാഷ്ട്രീയ ബോധമുള്ള മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട്ടെ വോട്ട് എന്ന് പറഞ്ഞാൽ അത് കേവലം പണം കൊണ്ട് നേടിയെടുക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറും പൊട്ടത്തരമാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഒരു കച്ചവടമായിട്ട് ആ മണ്ഡലംകാർ ഇതുവരെ കണ്ടിട്ടില്ല. അത് ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഒരു നിലപാടാണ്, ഉറച്ച ഒരു നിലപാട്. ഇത്തരം നിലപാടുള്ള ജനങ്ങളുടെ വോട്ടൊക്കെ പണം നൽകി നേടിയെടുക്കാം എന്ന് ചിന്തിക്കുന്നത് തന്നെ ആ നാട്ടിലെ പാലക്കാട്ടുകാരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നിങ്ങളെ കയ്യിൽ ഇത്ര കുറെ പണം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ബാങ്കിൽ ഇടുക. അതുകൊണ്ട് പാലക്കാട്ടെ ജനങ്ങളെ പർച്ചേസ് ചെയ്യാമെന്ന് ആരും കരുതണ്ട. സത്യത്തിൽ ജനാധിപത്യത്തിന്റെ ആത്മാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് ഇത്തരം പ്രവർത്തികൾ എന്നുള്ളതാണ് ഒരു വസ്തുത. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇന്നലെ വരെ നമ്മുടെ വീടിന് മുന്നിൽ കൈകൂപ്പി വന്നവർ ഇന്നു മുതൽ എന്തുകൊണ്ടാണ് ക്യാമറ കണ്ടപ്പോൾ അസ്വസ്ഥരാകുന്നത്? ഇതിപ്പോ എല്ലാവരുടെയും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ഇരട്ടത്താപ്പുകളൊക്കെ. സത്യം പറഞ്ഞാൽ പാലക്കാട് ഇത്തവണ പരീക്ഷണശാലയാണ്. പണമാണോ വിജയിക്കാൻ പോകുന്നത് അതോ ജനങ്ങളാണോ എന്ന് പാലക്കാട്ടുകാർക്ക് തീരുമാനിക്കാം. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരം പ്രവൃത്തികൾ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ പാർട്ടിയെയോ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, മിക്ക പാർട്ടികളിലും മിക്ക സ്ഥാനാർത്ഥികളിലും പലയിടത്തും ഇത്തരം പ്രവൃത്തികൾ മുൻപും പല തവണയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു കണ്ണാടി തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പാലക്കാട്ടെ ഈ ആരോപണങ്ങൾ സത്യമാണെങ്കിൽ കർശനമായിട്ടുള്ള നടപടി ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഉണ്ടാകുകയും വേണം. കാരണം ഇന്ന് പാലക്കാടാണ് ഇത് സംഭവിച്ചെങ്കിൽ നാളെ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഇത് സംഭവിക്കും.
ജനാധിപത്യം തകർന്നടിയും. ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം ഇവർ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിക്കും, ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതിനൊരിക്കലും അനുവദിക്കരുത്. ഇതിനെതിരെ കർശനമായിട്ടുള്ള നടപടി വേണം. ശക്തമായിട്ട് നിയമങ്ങൾ പ്രവർത്തിക്കണം. പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു സമയമാണ്. പണത്തിന് മീതെ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ പണം കൊണ്ട് സ്വാധീനിക്കാൻ സാധിക്കില്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട സമയമാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വോട്ട് ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. ഇത്തരം സംഭവങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ഇത് അതീവ ഗൗരവമുള്ള കാര്യമാണ്. തീരുമാനം നിങ്ങളുടേതാണ്. എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. ജനാധിപത്യമാണോ പണാധിപത്യമാണോ വിജയിക്കേണ്ടതെന്ന് നിങ്ങളുടെ ചോയ്സാണ്. പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് ഏറ്റവും നല്ല അവസരവുമാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.